ഹലോ ഗുഡ് ഈവനിങ്. അതെ ലാലുവേട്ടൻ പറഞ്ഞു, അത് നിന്റെ കാമുകനാണെന്ന് നീ മനസ്സിൽ വിചാരിച്ചോണ്ട് നീ തഴുകണം എന്ന്. തഴുകി, 2 തഴുകി, 3. നിനക്ക് കാമുകന്മാരൊന്നും ഇല്ല. ഞാൻ കണ്ടിട്ടില്ലാത്ത പക്ഷെ കാണാൻ ആഗ്രഹമുള്ള ഒരാളുണ്ട്, ദാറ്റ് ഇസ് ടോവിനോ. ഞാൻ ചെയ്യുന്നതൊക്കെ പുള്ളി ഇഷ്ടമാണ്. എല്ലാം ഞാൻ എന്നെ ഈ സോ പ്രൗഡ് ഓഫ് മീ. ഇത്രയും പ്രൗഡായിട്ട് ഒരാള് എന്റെ ലൈഫിൽ ഇല്ല. ഹി കീപ്സ് മീ ഹാപ്പി. ഹായ്, ദിസ് ഇസ് യോർസ് ട്രൂലി, ടെസ ജോസഫ്. ഹലോ ഗുഡ് ഈവനിങ്. അതെ അധികമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ഹലോ ഗുഡ് ഈവനിങ്ങിൽ ഉണ്ട് ആളാരാന്നുള്ളത്. എനിക്ക് തോന്നുന്നു 90s കിഡ്സിന്റെ ഒരു വലിയ നൊസ്റ്റാൾജിയുടെ ഭാഗമാണ് ഹലോ ഗുഡ് ഈവനിങ് എന്നുള്ള ഒരു പ്രോഗ്രാം. അത് ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഇരിക്കുന്ന ടൈമാണ്. കോളേജിൽ പോവുക, തിരിച്ച് വൈകുന്നേരം വീട്ടിൽ വരിക, വേഗം ചേഞ്ച് ചെയ്യുക, സ്റ്റുഡിയോയിലേക്ക് പോവുക. അപ്പോൾ ആകെപ്പാട് ബിസി ആയിട്ടും ഒരുപാട് ഹാപ്പനിങ്സും ഉള്ള സമയത്തായിരുന്നു. സോ മച്ച് എൻജോയ്മെന്റ്. കോളേജിലും എൻജോയ്മെന്റ്, സ്റ്റുഡിയോയിൽ പോകുമ്പോഴും എൻജോയ്മെന്റ്, ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. പാപ്പാടെ ഒരു കളറായിട്ടിരിക്കുന്ന ടൈമായിരുന്നു അത്. ഓക്കെ, ഞങ്ങളുടെ കാലത്ത് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സ്റ്റാർസാണ്. ഞങ്ങളുടെ സെലിബ്രിറ്റി എന്ന് പറയുന്നത് നിങ്ങളെപ്പോലത്തെ ആങ്കേഴ്സ് ആയിരുന്നു. കാരണം നമ്മൾ ഡെയിലി നിങ്ങളെ കാണുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന ഡയലോഗ് അതേപോലെ പറയാൻ നോക്കുക, അതേപോലെ ആങ്കർ ആവാൻ നോക്കുക, ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ സമയത്ത് ഒരു സ്റ്റാർഡം ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ആക്ച്വലി ഇന്നത്തെ കാലത്ത് സ്റ്റാർഡം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ആണെങ്കിലും TV കൂടെ ആണെങ്കിലും ഒക്കെ എല്ലാം നമുക്ക് ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു. അന്ന് എങ്ങനെ അറിയാൻ പറ്റുക? ആരുമില്ല. ഒന്നെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റുഡിയോയിലേക്ക് കോൾസ് വരും, അല്ലെങ്കിൽ ഒരുപാട് ലെറ്റേഴ്സ് വരും. ഈ ലെറ്റേഴ്സിൽ കൂടെയാ ഇവരുടെയൊക്കെ സ്നേഹം അറിയുന്നത്. അല്ലാതെ വേറൊരു മീഡിയം ഇല്ല നമുക്ക്. അപ്പം നമ്മള് ഇത്രയും പോപ്പുലർ ആയിട്ടൊരു പരിപാടിയാണ്, ആൾക്കാരൊക്കെ ഒരുപാട് കാണുന്നതാണ്. പക്ഷെ എത്ര ഇന്റൻസിറ്റി, എന്തോരം ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ലെറ്റേഴ്സ് ഓക്കെ, പക്ഷെ ഇതുപോലെ നമുക്ക് അറിയാൻ ഒരു മാർഗവും ഇല്ലായിരുന്നു. ഞാനും മറിയയും കൂടെ ആയിരുന്നു ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മറിയയ്ക്ക് കുറെ യങ് ക്രൗഡായിരുന്നു, ഈ കോളേജ് പിള്ളേരും. എനിക്ക് കുറച്ചും കൂടെ ഫാമിലി ക്രൗഡായിരുന്നു. ബിക്കോസ് ഞാൻ എപ്പോഴും ഡ്രസ്സ് ചെയ്യുന്നത് ഒരു സൽവാർ കമ്മീസ് ഓർ അങ്ങനെ ഒരു, പിന്നെ എൻ്റെ സംസാരമാണെങ്കിലും ഭയങ്കര മച്യൂർ ആയിട്ടുള്ള ഒരു സംസാരമായിരുന്നു. മറിയ ആണെങ്കിൽ ടോട്ടലി ബ്ലാ ബ്ലാ ബ്ലാ. അപ്പം ഞങ്ങളുടെ 2 പേർക്കും 2 ടൈപ്പ് ഓഫ് ക്രൗഡ് ആൻഡ് ഓഡിയൻസ് ആയിരുന്നു ഇഷ്ടം. പക്ഷെ അതുകൊണ്ടാണ് ആ പോപ്പുലറായിട്ട് ആ പരിപാടി വരുന്നത്. കാരണം 2 പേർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ മറിയനെയൊക്കെ കാണുമ്പോൾ ഈ യങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ വന്ന്, പക്ഷെ എങ്കിലും എൻ്റെ അടുത്തും വരുമായിരുന്നു, മറിയയുടെ അടുത്തും ഫാമിലി ഓഡിയൻസ് ഒക്കെ പോവായിരുന്നു. പക്ഷെ എങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം എന്ത് കൈൻഡ് ഓഫ് ഓഡിയൻസ് ആരെയാ പ്രിഫർ ചെയ്യുന്നതെന്നുള്ളത് അറിയാമായിരുന്നു. അതെ അതെ. ഇതുപോലെ മെസ്സേജസും മറ്റൊക്കെ ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മെസ്സേജസ് അല്ല, ലൈക്ക് കത്തുകളൊക്കെ വന്നു. അങ്ങനെ ഒരു ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് എപ്പോഴും. കത്തുകൾ ആക്ച്വലി എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ കത്തുകളൊന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. അത് അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ ഓർക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിലെയോ പിള്ളേരെയോ ഒക്കെ കാണിക്കാൻ പറ്റും. നമ്മ കുറച്ച് നാൾ എടുത്ത് വെച്ചിരുന്നു കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ. ബിക്കോസ് ചിലതിനകത്ത് പണ്ട് ഈ റോസപ്പൂ ഒക്കെ ഡ്രൈ ചെയ്തിട്ട് പിന്നെ മറ്റേ മയിൽപ്പീലി അതൊക്കെ വരുമായിരുന്നു, പിന്നെ ബ്ലഡിൽ എഴുതിയിട്ട് വരുമായിരുന്നു, അങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കുറെ നാളിങ്ങനെ നമുക്ക് വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ അതിന് വാല്യൂ ഇല്ല. പിന്നെ ഇങ്ങനെ ഓരോന്ന് കുറെ ഇങ്ങനെ നമ്മൾ കാണുമ്പോ, കുറെ ലെറ്റേഴ്സ് നമ്മൾ കാണുമ്പോൾ അതിനൊരു വാല്യൂ ഇല്ലാണ്ടായി പോകും. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ മൈ ഗോഡ്, അതൊക്കെയായിരുന്നു ട്രഷേഴ്സ് ആയിരുന്നു തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ അടുത്തൊരു ഈ പണ്ടത്തെ ഒരു പ്രോഗ്രാം കണ്ടേ ചേച്ചിയുടെ ലുക്ക് മാറിയിട്ടൊന്നുമില്ല. പണ്ടത്തെ ആ ഒരു ചുരുളിന്റെ മുടിയായിരുന്നു, അതൊന്നും സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്, അങ്ങനെ തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ മാറ്റമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ അന്നും എനിക്ക് ഫീൽ ചെയ്തിട്ട് സംബന്ധിച്ച ഭയങ്കര മെച്യൂർഡ് ആയിരുന്നു, ഭയങ്കര മെച്യൂർഡ് ആയിട്ട് സംസാരിക്കുന്ന ടെസ ജോസഫ്. ഇത് വളർന്നൊരു ഇതിന്റെ ആയിരുന്നോ, അതോ ഈ പ്രോഗ്രാമിലൂടെ വന്നതിന് ശേഷം മാറിയതായിരുന്നോ, എങ്ങനെയായിരുന്നു? എനിക്കൊന്നും ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുന്നു. പക്ഷെ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു എന്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എന്റെ സർവ്വ അലമ്പ് വർത്താനങ്ങളും കണ്ടിട്ടുണ്ട്, എത്ര ജോളി അടിച്ച് നടക്കുന്നത്. പക്ഷെ നമ്മളൊരു സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു പക്വത എവിടുന്നോ കയറി വരുന്ന പോലെ. പിന്നെ ജനറലി ഒരു പണ്ട് തൊട്ടേ ഒരു പക്വത ഉള്ള ഒരാളാണ്, പക്ഷെ അത്യാവശ്യം അലമ്പും കയ്യിലുണ്ട്. ആ പ്രോഗ്രാമിനകത്ത് സെന്റ് തെരേസാസ് കോളേജിൽ റെപ്രസെന്റ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം സെന്റ് തെരേസാസ് കോളേജ് എങ്ങനെയാണ് ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതെന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു വിദ്യാർത്ഥി ചോദിക്കുന്നുണ്ട്, വിദ്യാർത്ഥികളുടെ പ്രോഗ്രാം ആയിരുന്നു, ചോദിക്കുന്നുണ്ട് സെന്റ് തെരേസാസ് കോളേജിലുള്ള കുട്ടികൾക്ക് മാത്രമാണോ ഒരു ആങ്കറിങ് പറ്റുന്നത്, എന്തുകൊണ്ടാണ് അവിടെ നിന്നുള്ളവർ മാത്രം ഇവിടെ വരുന്നത് എന്ന് ചോദിച്ചിട്ട്, ഈ ഒരു ആങ്കറിംഗ് ഫീൽഡിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ചേച്ചി അതിന് നല്ല വ്യക്തമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് സെന്റ് തെരേസാസ് എന്നുള്ള ഒരു കോളേജ് ഒരു ടെസ ജോസഫിന്റെ ലൈഫിനെ രൂപപ്പെടുത്തിയത്? സെന്റ് തെരേസാസ് കോളേജിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാപരമായിട്ടുള്ള വാസനകളുള്ളവരെയൊക്കെ ഒത്തിരി അവർ പ്രോത്സാഹിപ്പിക്കും. അപ്പം ഞങ്ങൾക്ക് അവിടെ തെരേസ്യൻ വീക്ക് എന്നും പറഞ്ഞിട്ടൊരു
ഒരാഴ്ചത്തെ പരിപാടി തന്നെയുണ്ട്. അത് കോളേജ് എക്സ്ക്ലൂസീവ്ലി നടത്തുന്ന. അപ്പോൾ അവിടെയുള്ള ടാലൻസിനൊക്കെ അപ്പോൾ എല്ലാം ഈവൻ ഈ മെഹന്തി ഇടൽ തൊട്ട് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളില്ലേ, കയ്യിൽ ഹെന്ന ഇടുന്നത് തൊട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ നിറ്റിങ് അങ്ങനത്തെ ഉള്ള ചെറിയ ടാലൻസ് തൊട്ട് ആക്ടിങ്, മോണോ ആക്ട്, ഡാൻസ് എല്ലാം. അങ്ങനെ ആർക്കൊക്കെ പുറത്തുപോയി നമുക്കൊരു വേദി കിട്ടാത്തടുത്ത് അവരവിടെ വേദി കൊടുക്കും. അപ്പൊ നാച്ചുറലി നമുക്കുള്ള ഇൻഹിബിഷൻസ് ഒക്കെ ഈ സ്റ്റേജിൽ കയറുമ്പോൾ മാറും. കോളേജിൽ ഒരു കൊല്ലമൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ കോളേജുമായിട്ട് പരിചയം, പിന്നെ നമുക്കൊരു ഇൻഹിബിഷൻസ് ഇല്ല. അവിടെ പുറത്തു പോകുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പൊ അതെല്ലാം അവിടെ അങ്ങനെ ഒരാഴ്ചത്തെ ആ ഒരു ട്രെയിനിങ് ഇസ് വെരി ഗുഡ്, അടിപൊളിയാണ്. പിന്നെ അന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ അവിടെ സിസ്റ്റർ ടെസ്സ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പളായിരുന്നു. സിസ്റ്റർ ടെസ്സ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഫിലിമിൽ പോവാന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയില്ലേ, പഠിത്തം അലമ്പിട്ട് പോകണ്ട ഇവിടെ ഇരിക്കും, അങ്ങനെയൊന്നുമല്ലേ. പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ടും കൂടെ നീ ബാലൻസ് ചെയ്യണം, പഠിത്തം കളയരുത്, പക്ഷെ ഇതും വരുന്നത് ഒക്കെ നല്ലത് നോക്കി എടുക്കുക അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം അവിടെ നിന്നും ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ഹെൽപ്പ് ചെയ്യുമായിരുന്നു നോട്ട്സിന് വേണ്ടിയിട്ടും ഒക്കെ. പക്ഷെ ഞാൻ ഒരിക്കലും ക്ലാസ്സൊന്നും അങ്ങനെ ബങ്ക് ചെയ്തിട്ടില്ല, ഇല്ല ഒരിക്കലും. പിന്നെ ഷൂട്ടൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ കുറച്ച് ക്ലാസ് മിസ്സായാലും ഞാനത് ഇങ്ങനെ ക്യാച്ചപ്പ് ചെയ്യുമായിരുന്നു. അതെ, ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ പക്ഷെ എങ്കിലും ഈ TV നമ്മളൊക്കെ അന്ന് TV-ലേക്ക് വരിക എന്നുള്ളതാണല്ലോ ഫസ്റ്റത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നു. ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതുപോലെ കണ്ടിട്ട് ഞാൻ അയക്കാണ് VJ ആങ്കറിന് ആവശ്യം അങ്ങനെ ഒരു പരസ്യം കണ്ടിട്ട് അയക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ ഓർത്തഡോക്സ് ഫാമിലി ആണെന്ന് പറയുകയും ചെയ്തു. അപ്പം എങ്ങനെയായിരുന്നു അവരെ സമ്മതിപ്പിക്കാൻ? കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, ആങ്കറിങ്ങിനെ പറ്റി അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ബിക്കോസ് എന്റെ ഫാദർ നന്നായിട്ട് പാടും, അമ്മ നന്നായിട്ട് കോളേജിലൊക്കെ വെച്ച് അമ്മ ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിരുന്നു, അമ്മ നന്നായിട്ട് അഭിനയിക്കും. അപ്പൊ രണ്ടുപേർക്കും കല രണ്ടുപേരുടെ ഉള്ളിലുണ്ട്. ചേച്ചി ഡാൻസറുമാണ്? ഞാൻ ഡാൻസ് ചെയ്യാറില്ല, കാണിച്ചില്ല. ഞാൻ എന്നെ ഡാൻസും പാട്ടും ഒക്കെ വീട്ടുകാർ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പകുതി പഠിച്ചിട്ട് ഞാൻ ഇറങ്ങി ഓടുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഡാൻസറോ അങ്ങനെ പ്രൊഫഷണലി ട്രെയിൻഡ് ഡാൻസറോ സിംഗറോ ഒന്നും അല്ല. അപ്പം പേരൻസ് അമ്മയും അഭിനയം പഠിച്ചിട്ടില്ല, അപ്പൻ പാട്ടും പഠിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഇതെല്ലാം ഇവരുടെ ഉള്ളിലുണ്ട്. ആങ്കറിങ്ങിനോട് ഒരു കുഴപ്പമില്ലായിരുന്നു അവർക്ക്, നോ പ്രോബ്ലം, അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ ആക്ടിങ് ആയിരുന്നു ഒരു ഭയമുള്ള ഒരു ഭാഗം, എന്താണെന്ന് അറിയാത്ത. ഈ ഒരു ചാനലിലുള്ള ഈ പ്രോഗ്രാം തന്നെയാണ് സിനിമയിലേക്കുള്ള ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മമ്മൂക്കനെ നേരത്തെ പരിചയമുണ്ട്. പിന്നെ മമ്മൂക്ക ഓൾറെഡി ആ ചാനലിന്റെ ഒരു ഭാഗമായിരുന്നു. മമ്മൂക്കനെ നേരത്തെ പരിചയമുണ്ട്. അപ്പം ഫസ്റ്റ് ഫിലിം വരുന്നു, ഇതുപോലെ ലാൽജോ സാർ വന്നിട്ട് പറയുന്നു, ഈ പരിപാടി കണ്ടിട്ടാണ് തോന്നുന്നു അല്ലെ, ഹലോ ഗുഡ് ഈവനിങ് അങ്ങനെ വരുന്നു. ചേച്ചിയുടെ ഫസ്റ്റ് തോട്ട് എന്തായിരുന്നു? ലൈക്ക് മമ്മൂക്കയുടെ നായികയായിട്ടാണ് വരാൻ പോകുന്നത്, അങ്ങനത്തെ ആ ഒരു സാധനമാണ് എക്സൈറ്റ് ചെയ്തത്, അതോ ബിഗ് സ്ക്രീൻ? ആക്ച്വലി ആദ്യം എന്നോട് ഇങ്ങനെ ഒരു കോൾ വന്നെന്ന് പറഞ്ഞത് ചാനലിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു എൻക്വയറി വന്നിട്ടുണ്ട്, നിന്നെ ഒരു മൂവിയിൽ ആക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു പിന്നെ എന്നെ മൂവിയിൽ ആക്ട് ചെയ്യാം, ചുമ്മാ. കാരണം അവരിങ്ങനെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ചാനലിൽ എല്ലാവരുമായിട്ട് കമ്പനി ആകുമ്പോൾ അവർ നമ്മളെ ചുമ്മാ ഇടയ്ക്ക് ഒന്ന് എന്താ പറയുക പിരിയേറ്റുമല്ലോ, അങ്ങനെയാന്ന് വിചാരിച്ചു. പക്ഷെ ആക്ച്വലി അത് സത്യമായിരുന്നു. ചാനലിലേക്കാണ് ആദ്യം കോള് പോയത്. അത് എനിക്ക് തോന്നുന്നു അത് ഒരു പക്ഷെ എൻ്റെ പേരൻസിന്റെ നമ്പർ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അന്ന് ലാൻഡ് ലൈൻ അല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്പർ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവുക. പിന്നെ എക്സൈറ്റഡ് ആയിരുന്നു, മൂവി ചെയ്യാൻ പോവാണല്ലോ. പിന്നെ അതങ്ങനെ ആ ഫ്ലോയിൽ അതങ്ങനെ അങ്ങനെ പോയി. ഫസ്റ്റ് ഡേ ഓഫ് സെറ്റ് ഓർത്തെടുക്കാൻ പറ്റുമോ? അതെങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഡേ ഞാൻ ആക്ച്വലി ചെന്നപാടെ അഭിനയിക്കാനായിട്ട് പോവല്ലായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് ഇപ്പോൾ ലാൽവേട്ടൻ പറഞ്ഞു, ജസ്റ്റ് നിൻ്റെത് ഫസ്റ്റ് ടൈം അല്ലേ, കാരണം ഇത് ടോട്ടലി ഡിഫറെന്റ് ഫ്രം ആങ്കറിങ്. നമ്മൾ ക്യാമറയെ നോക്കി പറയുന്നു, മറ്റേത് ക്യാമറയിലേക്ക് നോക്കാനേ പാടില്ല. അതെ, ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നു, മറ്റേത് ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അപ്പം പറഞ്ഞു, നീ ഒന്ന് സെറ്റുമായിട്ടൊന്ന് അഡ്ജസ്റ്റഡ് ആവണം, എന്താണ് അഭിനയം എന്നുള്ളത് മനസ്സിലാക്കണം, എന്താണ് ഇവർ ചെയ്യുന്നതെന്നൊന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ക്യാമറ ആംഗിൾ ഒന്നും അറിയില്ല, മിഡ് ക്ലോസ് വരുമ്പോൾ എന്താ ഒന്നും അറിയില്ല. അപ്പൊ അതൊക്കെ ഇരുന്ന് കാണാനും പറഞ്ഞുതരാനും അങ്ങനെ കുറച്ച് ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു സെറ്റിൽ. എന്നിട്ടാണ് പതുക്കെ ഒരു സോങ് സീക്വൻസ് തന്നു, ആരൊരാൾ പുലർമഴയിൽ, അത് തന്നു. അത് ചെയ്തിട്ടാണ്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ആരൊരാൾ ചെയ്യുന്ന സമയത്ത് അതിൽ ഞാൻ അതിനകത്തുനിന്ന് ഇറങ്ങി വന്ന് ഒരു കിണറിന്റെ സൈഡിൽ ഇരുന്നിട്ട് ആലോചിക്കുക, ഒരു കിണറിന്റെ ഇതുണ്ട്, കയറിൽ ഇങ്ങനെ തഴുകുന്നുണ്ട്. അപ്പോൾ ലാലുവേട്ടൻ പറഞ്ഞു തന്നു, അത് നിന്റെ കാമുകനാണെന്ന് നീ മനസ്സിൽ വിചാരിച്ചോണ്ട് നീ തഴുകണം എന്ന്. തഴുകി, 2 തഴുകി, 3. നിനക്ക് കാമുകന്മാരൊന്നും ഇല്ല, എന്നാ പിന്നെ നീ ചുമ്മാ അങ്ങ് തഴുക. ഓക്കെ, മമ്മൂക്കയുടെ വീട്ടിലെ ഫസ്റ്റ് ഇതെങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഫസ്റ്റ് സീൻ? മമ്മൂക്ക മതില് ചാടി വന്ന് എന്നെ കാണുന്നതാണ് ആക്ച്വലി എടുത്തത്. പക്ഷെ അതിനകത്ത് നമ്മൾ തമ്മിൽ കാണുന്നില്ല, പാട്ട് മാത്രമല്ലേ. അതിനുശേഷം നമ്മൾ ഒരു പോസ്റ്റ് ഓഫീസ് സീക്വൻസ് ഉണ്ട്, ഞാൻ സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേക്കും മമ്മൂക്ക തിരിഞ്ഞു പോകുന്നത്.
അതാണ് ആക്ച്വലി ഞങ്ങൾ തമ്മിലുള്ള ഫസ്റ്റ് കോമ്പിനേഷൻ ഷോട്ട്. എന്നെ ആദ്യം കണ്ടപ്പോൾ മമ്മൂക്ക പറഞ്ഞത് മുഖം എന്താ മെലിഞ്ഞു പോയേ എന്ന് ചോദിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാം ടൈം ആയിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ പോയി. ഫസ്റ്റ് ഇയറിന്റെ എക്സാം, അതെ ഫസ്റ്റ് ഇയറിന്റെ എക്സാം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ഉള്ളപ്പോഴാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എക്സാം ആകുമ്പോൾ നമ്മൾ കുറേ ഇരുന്ന് പഠിക്കും, ഭക്ഷണമൊക്കെ ടെൻഷനൊക്കെ അടിച്ചിട്ട് അപ്പൊ അങ്ങനെ കുറച്ചൊന്ന് ചെറുതായിട്ട് മെലിഞ്ഞു. അപ്പൊ പറഞ്ഞു അന്ന് കണ്ടോല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അതായിരുന്നു പുള്ളിയുടെ ഫസ്റ്റ് തിങ് എന്നെ നോക്കിയിട്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഹലോ ഗുഡ് ഈവനിങ് അതിൽ വന്ന ഒരുവിധം ആൾക്കാരെല്ലാവരും സിനിമയുടെ ഭാഗമായിട്ട് എങ്ങനെ നിങ്ങളുടെ ഇടയിലുള്ള ഒരു ബന്ധം ഇപ്പോഴും എങ്ങനെയാണ്? അല്ല മീൻ ലൈക്ക് അന്നത്തെ കുറെ സ്റ്റാർ ആങ്കേഴ്സ് ഉണ്ടല്ലോ പോലെയുള്ള കുറെ, സന്തോഷ് പാലി. അതെ, സന്തോഷ് പാലി. സന്തോഷമായിട്ട് ഞാൻ ഇപ്പോഴും ഇൻ ടച്ച് വിത്ത് ഹിം. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേഷൻ വെക്കാനായിട്ടുള്ള മീഡിയം ഉണ്ട്. അന്ന് അതില്ല, വളരെ കുറവാണ്. നമുക്ക് ലാൻഡ് ലൈനേ ഉള്ളൂ. ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര ജാംബവാന്റെ കാലത്തെ ടോക്കിംഗ് അബൌട്ട് എത്ര 20 years ബാക്കിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളായിട്ടുള്ള ആ കോൺടാക്ട്, ഇപ്പോൾ രമ്യയായിട്ടൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു കോൺടാക്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് പോയ പിന്നെ ടച്ച് ഒക്കെ പോകും. എങ്കിലും ഫ്രം ആൻ ആങ്കർ ബീങ് എന്താ പറയാ ഇന്റർവ്യൂഡ് ബൈ ആൻ ആങ്കർ, ആ ഒരു സംഭവം എങ്ങനെയാ? ബീങ് ഇന്റർവ്യൂ ബട്ട് നൗ അതെ, ഐ ഫീൽ നൈസ് ആൻഡ് ഐ ഫീൽ ഹാപ്പി. പക്ഷെ എനിക്ക് ഇന്റർവ്യൂ ഇങ്ങനെ കൊടുക്കുന്നതിനേക്കാളും എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാട്ടോ എനിക്ക് ഇഷ്ടം. എനിക്ക് ഒരാളുടെ പറ്റി ചില കാര്യങ്ങൾ നമ്മൾ ചിലർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ചോദിച്ചാൽ നല്ലതായിരുന്നു നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അതുപോലെ എനിക്കും ചില കാര്യങ്ങൾ ഒരാളെ പറ്റി അറിയാം. ഇപ്പം ശ്രീലക്ഷ്മിയോട് എനിക്ക് വേണേ അങ്ങോട്ട് ചെയ്യാം. എനിക്ക് അത്രയും. പക്ഷെ ആങ്കറിങ് ഇസ് മച്ച് മോർ ഈസിയർ ഇപ്പം ഐ ഫീൽ. ഇപ്പൊ കുറെ ആങ്കേഴ്സ് ഉണ്ട്, ദാറ്റ് ഇസ് ഓൺലി ചാലഞ്ച്. പക്ഷെ ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മളെല്ലാം റിസർച്ച് ചെയ്യണം. ഒരു ആക്ടറിനെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പടം അല്ലെങ്കിൽ പോയി കണ്ടിട്ട്, പിന്നെ ഫാമിലി നേരത്തെ വരാൻ പറയും. നമ്മളൊരു ഹാഫ് ആൻ അവർ മുമ്പെങ്കിലും വരാൻ പറയും. എന്നിട്ട് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് അപ്പോഴാണ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഓൺ ദ സ്പോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇന്നിപ്പോ പിന്നെ എല്ലാം ഗൂഗിൾ ചെയ്ത് അറിയാലോ. ഈ ഒരു ഫാൻ ഗേൾ ആയിരിക്കാം, ഏതെങ്കിലും ഒരു ആക്ടറുടെ ഫാൻ ഗേൾ ആയിരിക്കാം. അപ്പോൾ ഫാൻ ഗേൾ മൊമെന്റ് സിനിമയിൽ വന്ന ശേഷം സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലാത്ത പക്ഷെ കാണാൻ ആഗ്രഹമുള്ള ഒരാളുണ്ട്, ദാറ്റ് ഇസ് ടോവിനോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. 2018 എന്ന് പറഞ്ഞ മൂവി അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ എപ്പോഴെങ്കിലും ടോവിനോനെ കാണും, ടോവിനോന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നല്ല, ഒരു ഫോട്ടോ എടുക്കും. ഞാൻ അത്ര പറഞ്ഞു, സിനിമ ചെയ്യുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ടോവിനോയുടെ കൂടെ ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കും. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയും, നിനക്ക് എല്ലാ കാലത്തും ഉണ്ടല്ലോ, ഒരു സമയത്ത് കുഞ്ചാക്കോ ബോബനായിരുന്നു, അത് കഴിഞ്ഞപ്പോ ടോവിനോ. കുഞ്ചാക്കോ ബോബനായിട്ട് ക്രഷ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ടോവിനോനെയാണ് ഇപ്പൊ നീ കാണാൻ ഒരു പിന്നെ ഈ ഒരു പട്ടാളം കഴിഞ്ഞു, പട്ടാളത്തിൽ വന്നു, അത് നല്ലൊരു സിനിമയായിരുന്നു. ഒരുപാട് മമ്മൂക്കയാണ് എനിക്ക് തോന്നുന്നു കോമഡി ഭയങ്കര എല്ലാവരും അദ്ദേഹത്തിന്റെ ഒരു കോമഡി എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ വേറൊരു ലെവൽ ഓഫ് സംഭവമായിരുന്നു. അപ്പം അതിനുശേഷം പക്ഷെ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഒരു ഒറ്റ മുങ്ങല. എവിടേക്കാ പോയി? ഞാൻ കല്യാണം കഴിച്ച് ഞാൻ അബുദാബിയിലായിരുന്നു. അപ്പൊ ആ സിനിമ വിട്ടു, ആങ്കറിങ് വിട്ടു, അതെ, എല്ലാം കംപ്ലീറ്റ്ലി വിട്ടു. അതെ, അതായത് ടോട്ടലി അതൊരു എന്നാ പറഞ്ഞ ഒരു മെന്റലി ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു ടു ലീവ് എവറിത്തിങ്. ആൻഡ് പിന്നെ ഒരു അറേഞ്ച് മാരേജ് സിസ്റ്റം ആകുമ്പോൾ നമ്മൾ ഇൻലോസുമായിട്ട് നമ്മൾ ഒന്ന് പരിചയപ്പെടണം, ഹസ്ബൻഡിനെ പരിചയപ്പെടണം. കാരണം ഞാൻ വളരെ 2-3 പ്രാവശ്യം മാത്രമേ കല്യാണം കഴിക്കുന്ന പുള്ളി കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ അപ്പോൾ ഒരു പെട്ടെന്ന് വീട്ടിൽ നിന്ന് വളർന്ന ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല, ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴാണ് ആദ്യമായിട്ട് പേരൻസിനെ വിട്ട് മാറി നിൽക്കുന്നത്. അപ്പം അഡ്ജസ്റ്റ്മെന്റ് വേണമല്ലോ, അപ്പം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം അതൊക്കെ അതിന് സം ടൈം ഐ നീഡഡ്. അപ്പം അതായിരുന്നു. പിന്നെ പിള്ളേരായി, പിന്നെ അവരുടേതായി, പിന്നെ പിള്ളേർ കുറച്ചൊന്നും ആയപ്പോഴത്തേക്കും പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു, നൗ ഇഫ് യു വോണ്ട് ടു വർക്ക് ഗോ ബാക്ക്, അല്ലെങ്കിൽ ഇനിയും വെയിറ്റ് ചെയ്താൽ. കാരണം പുള്ളിക്ക് ഡൽഹി ജനിച്ച് വളർന്നതായതുകൊണ്ട് പുള്ളിക്ക് അറിയില്ല എനിക്ക് ആൾക്കാരെ എന്നെ തിരിച്ചറിയുന്നുണ്ടെന്നൊന്നും. അബുദാബി ജോസഫ് എന്നുള്ള ആങ്കറിനെയോ ആക്ടറിനെയോ അദ്ദേഹത്തിന് അറിയുന്നുണ്ട്. ടെസ ജോസഫ് ഇപ്പഴായിട്ടോ, നേരത്തെ ടെസ മാത്രമായിരുന്നു. ജോസഫ് എന്റെ ഹസ്ബൻഡിന്റെ വാലാണ്. ശരി, എങ്കിൽ ടെസ എന്നുള്ള ആങ്കറിനെയോ അല്ലെങ്കിൽ അഭിനേതാവിനെയോ അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല. കല്യാണം ആലോചിച്ച് തുടങ്ങിയപ്പോഴാണ്. അതിന് മുമ്പ് എന്നെ അറിയത്തില്ലായിരുന്നു. കാരണം അവിടെ അവര് ഇങ്ങനത്തെ ഈ ഷോ ഒന്നും, അവിടെ മലയാളം ചാനൽസ് ഇല്ലായിരുന്നു ഡൽഹിയിൽ. ആ സമയത്ത് അവരങ്ങനെ ഷോ ഒന്നും കണ്ടിട്ടില്ല. കുത്തിയിരുന്ന് കാണാനാണെങ്കിൽ യൂട്യൂബിൽ ഇല്ല, അവൈലബിളും അല്ലായിരുന്നു. അതെ, അവൈലബിളും അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ അബുദാബി വന്നപ്പോ അവിടെ ഈ നമ്മൾ മോൾസിലൊക്കെ പോകുമ്പോ എല്ലാരും ഓടി വന്ന് ഫോട്ടോയൊക്കെ എടുക്കും. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്, ഓക്കെ, ഓ വെരി ഗുഡ്, ചില്ലറക്കാരിയാണോ ഇല്ലെന്നല്ല, അറ്റ്ലീസ്റ്റ് എന്തോ ചെയ്തിരുന്നു, എന്തോ ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. അപ്പം പിന്നെ എനിക്ക് ഭയങ്കര, ഞാൻ പാഷനറ്റ് ആണ്, വെദർ ആങ്കറിങ് ഓർ വെദർ ആക്ടിങ്.
അപ്പോൾ പുള്ളി പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യു ജസ്റ്റ് ഗെറ്റ് ബാക്ക് അങ്ങനെ പറഞ്ഞ് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടിയോണ്ടാണ് തിരിച്ചു വന്നത്. അതെ അതെ. അപ്പൊ ഈ പറഞ്ഞല്ലോ മാറി നിന്ന സമയത്ത് അബുദാബിയിലായിരുന്നപ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടായിരുന്നു, വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. മിസ് ചെയ്തിരുന്നോ ഈ ഒരു ടൈം? അപ്പം അതോ ഫാമിലി ടൈം? ഇല്ല, ഞാൻ ഒരിക്കലും സിനിമയോ ഒന്നും ഞാൻ മിസ് ചെയ്തിരുന്നില്ല ഒരിക്കലും. കാരണം ഞാൻ അപ്പോൾ ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫിൽ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭാര്യയായി, പിന്നെ അമ്മയായി, പിന്നെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കി, പിന്നെ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. അവരുടെ പഠിത്തത്തിന്റെ കാര്യം നോക്കണം, വീടിന്റെ കാര്യങ്ങൾ നോക്കണം. സോ ഐ വാസ് ആക്ച്വലി ബിസി. പക്ഷെ അതെല്ലാം കഴിഞ്ഞൊരു സമയം ഒതുങ്ങുന്ന ടൈം ഉണ്ടല്ലോ, ആ സമയത്താണ് പതുക്കെ യുനോ then I started missing. I thought I should get back. അങ്ങനെ പിള്ളേരും കണ്ടിട്ടുണ്ടായിരുന്നില്ല സിനിമ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അമ്മ ആങ്കർ ആയിരുന്നു, ആക്ടർ ആയിരുന്നു, അതൊന്നും അവർക്കും അറിയില്ല. പിള്ളേർ എന്റെ ഷോസ് എല്ലാം കണ്ടിട്ടുണ്ടോ? പിള്ളേര് കാണാൻ വഴിയില്ലല്ലോ. സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഇറങ്ങിയ തലവനും ഒക്കെ കണ്ടിട്ടുണ്ട്. തലവൻ അതൊക്കെ കണ്ടിട്ട് ഓരോ അഭിപ്രായങ്ങൾ എന്നോട് പറയും. അങ്ങനെ സോ അവര് വെരി വെൽ ഇൻ. അപ്പൊ ഞാൻ എന്റെ സീരിയല് പോലും ഹസ്ബൻഡും മൂത്ത മോനും ഇരുന്ന് ഫുൾ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ ഫുൾ കണ്ടു. ചക്കപ്പഴം കാണുമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അവര് കാണും, അഭിപ്രായങ്ങളൊക്കെ പറയും. ഇപ്പൊ ഈ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം ആങ്കർ ആയിട്ടാണ് തുടങ്ങിയത്. ഫ്രം TV ടു സിനിമ ടു സിൽവർ സ്ക്രീൻ, മിനി സ്ക്രീൻ പരമ്പര. ഈ മൂന്നിലേക്കുള്ള ഒരു യാത്ര ഉണ്ടല്ലോ, അതിനെ നമുക്ക് ആക്സിഡന്റ് എന്നാണോ വിളിക്കാൻ പറ്റുക, അതോ പ്ലാൻഡ് എന്നാണോ പറയാൻ പറ്റുക? ആക്ച്വലി ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സംഗതിയും പ്ലാൻഡ് ആയിട്ട് നടത്താത്ത ഒരാളാണ്. ഐ എം ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. ബിക്കോസ് ഞാൻ ഒന്നും, ചില ആൾക്കാർ പറയില്ലേ, 5 years down the line I should do this and I should work towards it. പക്ഷെ എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നടക്കാതെ വരുമ്പം ഐ ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. എന്താ നടക്കാത്തത്? ഐ ഫീൽ ഞാൻ പ്ലാൻ ചെയ്തിട്ട് I'm working towards it but I'm not getting it. അപ്പോൾ ആ പരിപാടി അങ്ങ് നിർത്തി. പിന്നെ എല്ലാം ആസ് ഇറ്റ് കംസ് ഐ എം ടേക്കിംഗ്. പക്ഷേ നമ്മൾ ഇപ്പം കുറച്ചൊക്കെ നമ്മൾ യു ഹാവ് ടു ഷോ യുവർ പ്രസൻസ് ടു പീപ്പിൾ. അല്ലാതെ നമ്മൾ ചുമ്മാ അകത്തിരുന്ന് കഴിഞ്ഞിട്ട് നടക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ ഓരോന്നോരോന്ന്. അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ. പിന്നെ എനിക്ക് ഈ സീരിയൽ ചെയ്തപ്പോൾ അതിലൊരു നല്ല ക്യാരക്ടറായിരുന്നു അത്. അതുപോലെ ഇപ്പം ഒരു സിറ്റ്കോം ചക്കപ്പഴം ചെയ്തപ്പോഴും അതിലും വളരെ ലളിതാമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പം എപ്പോഴും കോമഡി ചെയ്യണമെന്നൊരാഗ്രഹം. അപ്പം എല്ലാ പ്രാവശ്യവും എനിക്ക് വരുന്ന റോൾസ് ഒക്കെ ഭയങ്കര സീരിയസ് ആണ്. അപ്പോ ഇതൊന്ന് ഈ ഒരു കോമഡി സൈഡും കൂടെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് എടുത്തത്. അപ്പം എല്ലാം പറ്റും, എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാൻ. അപ്പൊ എല്ലാം ചെയ്തിട്ടുണ്ട്. ആങ്കറിങ് ചെയ്തിട്ടുണ്ട്, സീരിയൽ ചെയ്തിട്ടുണ്ട്, സിറ്റ്കോം ചെയ്തിട്ടുണ്ട്, സിനിമ. അപ്പൊ എല്ലാത്തിനകത്ത് ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഈ മിനി സ്ക്രീനിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം അതൊരു ഡിഫറെന്റ് അല്ലേ? എല്ലായിടത്തു നിന്നും കിട്ടുന്ന സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇല്ലേ? എവിടുന്ന് ആര് നമ്മളെ ഒന്ന് നടന്നു പോകുമ്പോൾ ഒരാൾ എന്നെ ചിരിച്ചു കാണിച്ചാൽ കൂടെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ചിലരൊക്കെ ഇങ്ങനെ വന്നിട്ട് ആക്ടറാന്ന് പറഞ്ഞ് ഞാൻ പോകുമ്പോൾ അവർക്ക് പക്ഷെ ഒന്ന് തിരിഞ്ഞൊരു സ്മൈൽ ചെയ്താൽ ഞാനൊരു ഹായ് എന്ന് പറയും. അപ്പൊ അവർക്ക് ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും കേട്ടോ, പ്രൈവസി. പക്ഷെ പിന്നെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഒന്ന് വേവ് ചെയ്യുമ്പോഴത്തേക്ക് ഓടി വരും. അപ്പൊ അത് ഏത് ഇതിലാണെങ്കിലും, വെദർ ആസ് എൻ ആങ്കർ ഓർ വെദർ ആസ് എ ആക്ടർ, ഐ എം എ പീപ്പിൾസ് പേഴ്സൺ. എനിക്ക് ഇഷ്ടമാണ് ആളുകളോട് സംസാരിക്കുന്നത്, അവരോട് ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവരിങ്ങനെ വരുമ്പം ഇറ്റ് ഗിവ്സ് മീ എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. ഇപ്പം തലവനാണ് പിന്നെ ഒരു അടിപൊളി ക്യാരക്ടർ. അതും ഈ പറഞ്ഞ പോലെ എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു എൻട്രി? അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിനെ ഇപ്പം ഓർത്തെടുക്കുന്നത്? ഇത് ജിസ് ആണ് ഇതിന്റെ ഡയറക്ടർ. അപ്പൊ ജിസ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു റോളുണ്ട്, പക്ഷെ അത് ഒരുപാട് വലിയ ക്യാരക്ടറൊന്നും അല്ല, പക്ഷെ അത് നിനക്ക് ഡെഫിനറ്റ്ലി യു വിൽ ലവ് ദ ക്യാരക്ടർ ആൻഡ് യു നോട്ടിസബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും എന്ന് പറയും. പിന്നെ ജിസ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജിസ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും കൂടെയാണ്. അപ്പം എനിക്കറിയാം ജിസ് കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതായിട്ടേ കൊണ്ടുവരുള്ളൂ. എന്നിട്ട് ആ മൂവി കണ്ടാൽ അറിയാം, അതിനകത്ത് ഐ ഗോട്ട് ലോട്ട് ഓഫ് ക്ലോസപ്സ്. അപ്പം അതുകൊണ്ട് മുഖം ആൾക്കാർക്ക് വീണ്ടും ഇത് പട്ടാളത്തിലെ ആളല്ലേ അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റി. അപ്പൊ അത് കുറെ അപ്രിസിയേഷനും ഒക്കെ കിട്ടി. അതുപോലെ തന്നെ ഇരിക്കുന്നത്. അപ്പൊ ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് മുഖം കാണാൻ, അതായത് ഇവിടെ ഇയാളുണ്ട്, ഇയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ പക്ഷെ അത് കഴിഞ്ഞാണെങ്കിലും വരുന്നത് നമ്മൾ ഒരുപാട് എടുത്ത് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. നമ്മൾ ഇവൻ ചെറിയ റോളാണെങ്കിൽ കൂടെ നോട്ടീസബിൾ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഓടിപ്പോയി, കാരണം എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ തന്നെ ഇങ്ങനെ നോക്കട്ടെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് വേണ്ട വിചാരിച്ചു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം തലവൻ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 1 കൊല്ലമായി. എന്നിട്ടാണ് ഞാനിപ്പോ സാഹസം ചെയ്യുന്നത്. എപ്പോഴും എല്ലാരും എന്നെ ആദ്യം കാണുമ്പോഴേ പട്ടാളം, അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്താലും അതെനിക്കറിയാം. അത് ഞാനിപ്പോ എത്ര സിനിമ ചെയ്താലും അതുമായിട്ട് മാച്ച് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം എല്ലാരും എന്ത് തുടങ്ങിയാലും ആ സിനിമ പറഞ്ഞിട്ടേ ബാക്കി എല്ലാരും എന്തും തുടങ്ങുള്ളൂ. അപ്പൊ അത് ഐ ഫീൽ പ്രൗഡ് അബൌട്ട് ഇറ്റ്. പക്ഷെ അതേസമയം അതുപോലുള്ള നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ
ചെയ്യാൻ ഇനിയും പറ്റട്ടെ. ഇപ്പം തൽക്കാലം അങ്ങനത്തെ അത്രയും പവർഫുൾ ക്യാരക്ടേഴ്സ് ഒന്നും എനിക്കിപ്പോ ഇതുവരെ വന്നിട്ടില്ല, അതാണ് സത്യം. പക്ഷെ ചെയ്യുന്നതൊക്കെ എനിക്ക് തോന്നുന്നു അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പണ്ടത്തെ ഇന്റർവ്യൂസ് പോലെയല്ല, ഇപ്പോ ഒരുപാട് മീഡിയാസ് ആണ്. ലൈക്ക് ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഒരു 10-20 മീഡിയാസിന് ഇന്റർവ്യൂ കൊടുക്കാം എല്ലാവർക്കും സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രൊമോഷന്. ഇത് പുതുമയുള്ള ഒരു കാര്യമായിരിക്കാം, കാരണം അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ആ ഒരു സംഭവത്തിന് ഒരു അത്ഭുതമായിരുന്നോ അതോ? ആക്ച്വലി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരു ദിവസം തന്നെ ഒരു 5-6 ഇന്റർവ്യൂസ് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്കൊരു മീഡിയാസ് എല്ലാം ഒരു സ്ഥലത്തേക്ക് വരും, അപ്പം നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. സോ മെനി ക്വസ്റ്റ്യൻസ്. പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങ് ഡ്രെയിൻഡ് ഔട്ട് ആവും, എക്സോസ്റ്റഡ്, ഈ ലൈറ്റും. അപ്പം പക്ഷെ എങ്കിലും ഓരോ ചാനൽ വരുമ്പോഴും ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അടുത്ത ഇന്റർവ്യൂ ഇരിക്കുമ്പോൾ ഡള്ളായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ അത്രയും എനർജറ്റിക് ആയിട്ട് ഇരിക്കണം. അപ്പം ഞാൻ പറയാം, ഒരു ലീഡ് റോളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ 12-13 ഇന്റർവ്യൂ ആണ് ഒറ്റ ദിവസം കൊടുക്കുന്നത്. അത് ഇറ്റ് വാസ് എ ഷോക്ക്. അത് ചിലപ്പോൾ ആൾക്കാർക്ക് അറിയില്ലായിരിക്കാം, പക്ഷെ അറ്റ് എ സ്ട്രെച്ച് 10-12 ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുക്കണം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയണം. പിന്നെന്താ, പിന്നെ ക്യാരക്ടറിനെ പറ്റി സെയിം തിങ് ആണ് നമ്മൾ ഓരോരുത്തർ 10-12 പ്രാവശ്യം പറയുന്നത്. അപ്പോൾ അതൊക്കെ സംതിങ് ന്യൂ ഫോർ മീ. ഓർത്തിരുന്നോ ഈ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂസിന് വരുന്ന സമയത്ത് പണ്ടത്തെ ഒരു ടൈം ആ ഒരു റീവിസിറ്റ് ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? അങ്ങനെ റീവിസിറ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിട്ട്. ഇപ്പോൾ ഓൺ ദ സ്പോട്ട് കുറേ ഈ ഇരിക്കുന്ന ആക്ടേഴ്സും എക്സ്പീരിയൻസ്ഡ് ആണ് സംസാരിക്കാനായിട്ട്. അപ്പം ആങ്കറിന് ജസ്റ്റ് ഒന്ന് ഒരു സംഗതി ഇട്ട് കൊടുത്താൽ മതി. അതായത് ഒരു എന്താ പറയുക, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്നുള്ള ഒരു സംഭവമേ അല്ല. ഇപ്പോൾ ഒരു വൈബ് ഇന്റർവ്യൂ ആണ്, അതിനെല്ലാം ചുമ്മാ നമ്മൾ സാധാരണ സംസാരിക്കുന്നില്ല. അപ്പം അന്നൊക്കെ കുറേ കൂടെ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. ഓരോ കാര്യത്തിനെ പറ്റി നല്ലായിട്ട് സംസാരിക്കുക. നല്ലായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളൊരു മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, ഡെപ്തും അല്ല ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ കുറെ ഓൺ ദ സ്പോട്ട് ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമ്മളൊരു സാധനം പറയുമ്പോൾ ഒരു തമാശ പറയുമ്പോൾ തമാശയെ പിടിച്ച് അങ്ങനെയുള്ളൊരു കാഷ്വൽ ഇന്റർവ്യൂസ് ആണ് കൂടുതലും ഇപ്പം. അപ്പൊ അതൊക്കെ ഇറ്റ്സ് ആക്ച്വലി ഫൺ. പറഞ്ഞല്ലോ, പണ്ട് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ പരിചയമുണ്ട്, അതുപോലെ തന്നെ ആക്ടേഴ്സിനെയും പരിചയം ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഈ സിനിമ എന്നുള്ളത് ഉള്ളിൽ ഭയങ്കര ആഗ്രഹമായിട്ട് കിടപ്പുണ്ടായിരുന്നോ, അതോ എങ്ങനെയാണ്? ഞാൻ ചെയ്യുന്ന സമയത്തോ? ഇല്ല, ഒരിക്കലും അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ ആങ്കറിങ് ചെയ്യുമ്പോഴും സിനിമ ചെയ്യണം എന്നുള്ള ഒരു ഇതും വരുന്നില്ല. ആങ്കറിങ് ചെയ്തോണ്ടിരുന്നപ്പോ വന്ന ഒരു ഓഫറിന്റെ ഇങ്ങനെ ഈ ലാലുവേട്ടൻ വന്ന് വിളിച്ചപ്പോ അപ്പോഴാണ് ആക്ച്വലി എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു തോട്ട് വന്നത് തന്നെ. അങ്ങനെയാണ്. ബിക്കോസ് നമ്മളൊരു ഫിലിം മെറ്റീരിയൽ ആണ്, നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ ഒരു സൈഡ് ഇവര് കണ്ടുപിടിച്ചോണ്ട് അത് നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല നമ്മുടെ സൈഡ്. അപ്പോ അവര് കാണുമ്പോൾ നമുക്ക് അവര് തരുന്ന ആ കോൺഫിഡൻസിന്റെ ബേസിലാണ് നമ്മൾ ഒരു പെർഫോം ചെയ്യുന്നത്. എങ്ങനെ ചോദിക്കട്ടെ, സിനിമയുടെ ഭാഗമായതിനു ശേഷം സിനിമ എക്സൈറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അപ്പം അന്നേരം ഈ ഒരു പരിചയം, കോണ്ടാക്ട് എപ്പോഴെങ്കിലും സിനിമ അല്ലെങ്കിൽ അടുത്തൊരു സിനിമ എന്നുള്ള രീതിയിലേക്ക് ഉപയോഗിക്കാം, അങ്ങനെ ഒരു? ആക്ച്വലി കോണ്ടാക്ട് ഒട്ടും ഉപയോഗിക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് അതാ ഒരു ജനറേഷണൽ ഡിഫറൻസ് ആയിരിക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ ഒത്തിരി ബെറ്ററായി. അപ്പൊ ഞാൻ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, സിനിമയിലുള്ള സുഹൃത്ത് പറഞ്ഞു, നീ എന്തോ പറയുന്നത്, എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നുണ്ടല്ലോ ഞാൻ ചാൻസ് ചോദിക്കാറില്ല, മമ്മൂക്ക വരെ ചാൻസ് ചോദിക്കുന്നുണ്ട് അറിയോ, പിന്നെ നിനക്ക് എന്താ ഇത്ര ഇത്, ആൾക്കാർ വിചാരിക്കും നിനക്ക് ജാടയാന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നമ്മുടെ ഒരു ഇൻഹിബിഷൻസ്. ഇനി ചിലപ്പോ ഞാൻ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഞാനൊരു എന്നാ ബാധ്യത അങ്ങനെ വല്ലതും വരുമോ, ബന്ധം യൂസ് ചെയ്തതാണോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാണ്ടിരിക്കും. അതൊക്കെയാണ് എന്റെ ചിന്തകൾ. വെദർ ആ റിലേഷൻഷിപ്പ് സ്പോയിൽ ആവോ നമ്മള് മനസ്സിലായി. പക്ഷെ അങ്ങനെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയൊന്നും അല്ല. എല്ലാവർക്കും ആ ഫ്രണ്ട്ഷിപ്സിനെ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ അറിയാം. നോ പറയാനടുത്ത് നോ ഇതിപ്പോ ഇത് പറ്റില്ല, അടുത്ത ഒരു സിനിമ വരുമ്പോൾ, നല്ല സിനിമ വരുമ്പോൾ നിനക്ക് നോക്കാം, അങ്ങനെ പറഞ്ഞ് നിൽക്കാനുള്ളൊരു കഴിവ് അവർക്കും ഉണ്ട്. അപ്പം പോയാലൊരു വാക്ക് അങ്ങനെ പറയണം എന്നാണ്. ഓക്കെ. എങ്കിലും ഈ ഒരു ആങ്കറിങ്ങും ഈ ഒരു എന്താ പറയുക സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എത്രത്തോളം സിനിമയ്ക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് തോന്നുന്നു? സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സിനിമയിൽ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്യുന്നത്. അത് വലിയൊരു സീരിയസ് ക്യാരക്ടർ നമ്മൾ ഒരാൾ സ്ക്രിപ്റ്റ് എഴുതുന്നു, അത് പഠിക്കുന്നു, ആ ക്യാരക്ടർ ആകുന്നു, അത് പെർഫോം ചെയ്യുന്നു അതിന്. പക്ഷെ ഔട്ട്സൈഡ് സിനിമ വെൻ നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ കമ്മ്യൂണിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ചിലർക്ക് ഒരു ഇൻഹിബിഷൻസ്, ഇപ്പൊ സിനിമയിലുള്ള ഇതാന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് മിണ്ടാതിരുന്ന് കഴിയുമ്പോൾ ഇടയാണെന്ന് തോന്നുന്നു പറയുന്നത്. ഇപ്പൊ അതില്ല, നമ്മൾ ആരെ കണ്ടാലും അങ്ങോട്ട് ചെന്ന് സംസാരിക്കുമ്പോൾ പക്ഷെ ജാടയുടെ ചില ആൾക്കാർ ഭയങ്കര ഇൻട്രോവേർഡ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എല്ലാവരോടും ചെന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒരു എക്സ്ട്രോവേർട്ടിനോട് മിണ്ടാതിരിക്കാൻ പറയുന്ന പോലെയാണ് ഒരു ഇൻട്രോവേർട്ടിനോട് എല്ലാവരോടും പോയി സംസാരിക്കാൻ പറയുന്നത്. എന്ത് പ്രയാസമായിരിക്കും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി. ദാറ്റ് ഡസന്റ് മീൻ അവർക്ക് ജാടയല്ല, ദേ ആർ ബാഡ് പീപ്പിൾ, ദേ ആർ ഓൾ ഗുഡ് പീപ്പിൾ. പക്ഷെ
ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഉടനെ ജാടാന്ന് പറയുന്നതിൽ പിന്നെ നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണില്ലേ, ക്യാമറാമാനൊക്കെ ഇങ്ങനെ മാറ്റുന്നത്, അത് ചിലപ്പോൾ കുറേ പേര് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഓട്ടോഗ്രാഫ് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് മതിയായിട്ടായിരിക്കും. അപ്പോൾ വീഡിയോയിൽ വരുമ്പോൾ തന്നെ ഈ 10-15 പേരുടെ കൂടെ നിന്നെടുത്ത് ഒന്നും കാണില്ല, ഈ ഒരാളെ ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളിവിട്ടതായിരിക്കും ചിലപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ എന്താ പറയാ, എല്ലാവർക്കും ഒരുപോലെ, അത് നമുക്ക് പറ്റില്ല, ഹ്യൂമൻലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതെ, എക്സോസ്റ്റഡ് ആവുമേ. മനസ്സിലായി. ഇപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനിമ സ്ട്രക്ചർ കാണുമ്പോൾ, സിനിമ സെറ്റിലാവട്ടെ അതിനുശേഷം പുറത്തുള്ളതാവട്ടെ, ഇപ്പൊ പറഞ്ഞ പോലെ ഓവർ എക്സ്പോഷർ ആണല്ലോ ഇപ്പൊ. മുമ്പ് അതുണ്ടായിരുന്നുണ്ടാവില്ല, ആരും അങ്ങനെ ഇതായിണ്ടാവില്ല, എവിടെയും ഈസി ആയിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് പോവായിരുന്നു തോന്നുന്നുണ്ട്. അത് കാണുമ്പോഴത്തെ ഒരു സംഭവം എന്താ, ലൈക്ക് കുറച്ചുകൂടെ ഒക്കെ പ്രൈവസി അങ്ങ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ആക്ച്വലി പണ്ടൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ ഉണ്ടായിരുന്നു ഒരു ആക്ടറിനെ കാണുമ്പോൾ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, അതായത് ഈ ഒരു ആക്ടർ വരാനോ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ നമ്മൾ 1 മണിക്കൂറുള്ളൊരു ഇന്റർവ്യൂ ആണെങ്കിൽ നമ്മൾ ഫുൾ ഇരുന്ന് കാണും. ഇപ്പോൾ ഒരു 30 സെക്കൻഡ്സ്, ഇപ്പം നമ്മുടെ ഈ ഷോർട്സ് ഒക്കെ വരുന്നതില്ലേ, ഹൈലൈറ്റ്സ് ഒക്കെ വരുന്നത്, അത്രയ്ക്കേ ഉള്ളൂ ആൾക്കാരുടെ അറ്റൻഷൻ സ്പാൻ. ഇപ്പോൾ ഒരു 3/4 മണിക്കൂറുള്ളൊരു ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിൽ അത്രയും ആങ്കർ എൻ്റർടൈനിങ് ആയാലേ, അല്ലെങ്കിൽ അതുപോലുള്ളൊരു ആക്ടർ കൂടെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരുന്നാൽ മാത്രമേ ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ പറ്റുള്ളൂ. അല്ലെ ആരും അത്രയും ലോങ് ഇന്റർവ്യൂസ് ഒന്നും കാണില്ല. കാരണം ഈ ആക്ടറിന് തന്നെ പല ഇന്റർവ്യൂസ് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, പല ഇനോഗ്രേഷൻസിനോ അല്ലെ ഏതെങ്കിലും പരിപാടിക്കൊക്കെ വെച്ച് കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഓവർ എക്സ്പോഷർ ആളുകളിലുള്ളൊരു ക്യൂരിയോസിറ്റി കുറയ്ക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ചില ആൾക്കാരുണ്ട്, ഇപ്പൊ പ്രണവ് മോഹൻലാലിനെ പറ്റി ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് ഒരു ഇന്റർവ്യൂവിനും കൊടുക്കരുത്, ഒരു പ്രൊമോഷനും പോകത്തില്ല. അപ്പോ അങ്ങനെയുള്ളവരെ കാണാനും ഒരു ഇന്റർവ്യൂ കിട്ടാനും വേണ്ടി നോക്കിയിരിക്കും. അപ്പോൾ പ്രണവിന്റെ ഒക്കെ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ മൊത്തം ഇരുന്ന് കാണും. അതേസമയം ഈ ഒരുപാട് ഇന്റർവ്യൂ കൊടുക്കുന്ന സ്റ്റാർസ് ഉണ്ടല്ലോ, അവരുടെ അത്രയും എന്റർടൈനിങ് അല്ലെങ്കിൽ ആൾക്കാർ അത് ഫുള്ളിരുന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കണ്ടിട്ട് അത് സ്കിപ്പ് ചെയ്ത് അടുത്തയിലേക്ക് പോകും. ചേച്ചി ഒരു ഗ്യാപ്പിന് ശേഷം ഒരു നല്ലൊരു ക്യാരക്ടർ ഞാൻ പറഞ്ഞു, തലവന്റെ കേസ്. തലവനിലും ബിജുചേട്ടനുണ്ടായിരുന്നു, പട്ടാളത്തിലും ബിജുചേട്ടനുണ്ടായിരുന്നു. ആ ഒരു റീയൂണിയന്റെ സംഭവം എങ്ങനെയായിരുന്നു? ആക്ച്വലി ബിജുചേട്ടനെ ഞാൻ ആദ്യം കാണുമ്പോൾ, ബിജുചേട്ടൻ കുറെ സീരിയസ് മൂവീസ് ചെയ്തിട്ടാണ്, പട്ടാളമാണെന്ന് തോന്നുന്നു ബിജുചേട്ടന്റെ ആദ്യത്തെ കോമഡി. അതുവരെ ബിജുചേട്ടൻ കോമഡി അല്ല ചെയ്തിരിക്കുന്നത് റഫ് ആൻഡ് ടഫ് ആൻഡ് സീരിയസ്. അപ്പൊ എന്റെ മനസ്സിൽ ബിജുചേട്ടൻ എന്ന് പറഞ്ഞ ഒരാള് ഭയങ്കര സീരിയസ് ആണ്. നമ്മൾ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോ തൊട്ട് ബിജുചേട്ടൻ സിഗ്നേച്ചർ തലകുലുക്ക്, അത് സ്ഥിരം. പിന്നെ ഇരുന്ന് വർത്താനം പറയാൻ തുടങ്ങി നമ്മൾ ചിരിച്ച് മടുക്കും. അതാണ്. അപ്പൊ ബിജുചേട്ടൻ ജോജു ഉണ്ടായിരുന്നു, ബിജുചേട്ടൻ ജോജു നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഈ ജോജുവിനെ ഇങ്ങനെ വട്ടാക്കുമായിരുന്നു. അപ്പൊ അവരുടെ തമാശകളൊക്കെ വന്ന് നമ്മളോട് പറയുകയും, അപ്പൊ രസമായിരുന്നു. അവിടെ ബിജുചേട്ടനെ പറ്റിയുള്ള ആ ഇമേജ് മാറി കിട്ടിയത് പട്ടാളത്തിലാണ്. പിന്നെ തലവനിൽ വന്നപ്പോൾ, തലവനിൽ ആക്ച്വലി എനിക്ക് കോമ്പിനേഷൻ ഉള്ളത്, എനിക്ക് വേറെ ആരുമായിട്ടും കോമ്പിനേഷൻ ഇല്ലായിരുന്നു. ഞാൻ വളരെ കുറച്ച് നേരത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ആക്ടേഴ്സുമായിട്ട് അവിടെ മിങ്കിൾ ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. പക്ഷെ ഇത് ഭയങ്കര രസമായിരുന്നു. ഇപ്പോഴും എങ്ങനെ കോണ്ടാക്ട്, പണ്ടത്തെ ഒപ്പം ഉണ്ടായിരുന്ന ആക്ടേഴ്സിനായിട്ട് എങ്ങനെയായിരുന്നു? എല്ലാവരുമായിട്ടൊന്നും ഞാൻ കോണ്ടാക്റ്റിലില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിട്ടേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ചില സമയത്ത് നമ്മൾ ഓരോരോ മൂവി ചെയ്യുമ്പോൾ ആ സെറ്റിൽ, ഇപ്പം തലവൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പറയാ സാഹസത്തിനകത്ത് കുറെ ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരുമായിട്ട് ഇപ്പം കോണ്ടാക്ട് കീപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ പറ്റും. അപ്പൊ അങ്ങനെ പിന്നെ ചില ആക്ടേഴ്സൊക്കെ പുതിയ, ഞാൻ ഒന്നും ഇന്റർവ്യൂ ചെയ്തിട്ടോ ഇല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹരിശങ്കർ ഈ മൂവിയിൽ പാടിയിട്ടുണ്ട്. പക്ഷെ ഹരിശങ്കറിനെ ഞാൻ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഹരിശങ്കർ സ്റ്റാർട്ടഡ് ഫോളോയിങ് എന്ന് പറയുമ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ് ആൻഡ് ഐ ടെക്സ്റ്റഡ് ഹിം. അപ്പൊ അത് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പ്, സാഹസമൊക്കെ വരുന്നതിന് മുമ്പാ. അപ്പം ഈ ഇൻസ്റ്റഗ്രാം പോലെയുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്, യു മീറ്റിംഗ് ന്യൂ പീപ്പിൾ. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും പരിചയപ്പെട്ട കുറെ ആളുകളുണ്ട് അതുപോലെ. അല്ലാതെ അങ്ങനെ ഒരുപാട് എന്താ പറയാ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എന്ന് പറയാൻ അങ്ങനെ എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിന്നില്ല. ഫ്രണ്ട്സ് അതെ, പക്ഷെ നോട്ട് വെരി ക്ലോസ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കീപ്പനി പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പേഴ്സൺ ആണോ? ഞാൻ ഭയങ്കര സോഷ്യൽ മീഡിയ, എനിക്കറിയില്ല ഈ ആൾക്കാരൊക്കെ എങ്ങനെ ഓരോരോ കണ്ടന്റ്സ് ഉണ്ട്. ചെറിയ കാര്യങ്ങളല്ല, വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് വരെ അവരെഴുതി. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ ഇച്ചിരി പ്രൈവറ്റ് പേഴ്സൺ ആട്ടോ. എനിക്കെല്ലാം ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയായിരുന്നു, നീ എത്രയൊക്കെ സ്ഥലത്താണ് പോണത്, ഫാമിലി ആയിട്ട് പോകുന്നു, തന്നെ പോകുന്നു, ട്രിപ്പ്, അപ്പൊ അതിന്റെയൊക്കെ വീഡിയോസ് എടുത്തിട്. അപ്പൊ ഞാൻ മിക്കപ്പോഴും ഞാൻ ഇടാറില്ല. അപ്പൊ ഇപ്പോഴാണ് പിന്നെയും ഞാൻ ഇട്ട് തുടങ്ങിയത് ഇങ്ങനെ ട്രിപ്സിന്റെ ഒക്കെ. അപ്പൊ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടം അതൊക്കെ കാണാനും. അപ്പം ഐ എം ലൈക്ക് ഓക്കെ ഗുഡ്, ഇനിയും തൊട്ട് അങ്ങനെയൊക്കെ ഇട്ട് തുടങ്ങണം. പക്ഷെ ഐ എം നോട്ട്, എന്നുവെച്ചാൽ
ഒരാൾ എന്നോട് സംസാരിക്കാൻ ചാറ്റ് ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഹായ് ഹലോ വയു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയക്കാൻ. പക്ഷെ ഈ എല്ലാ ദിവസവും കണ്ടന്റ് ഇടല്, പോസ്റ്റ് ചെയ്യരുത്, ഞാൻ എന്ത് ചെയ്ത്, അതൊക്കെ ഭയങ്കര എനിക്ക് നാച്ചുറൽ ഇറ്റ്സ് നോട്ട്, പക്ഷെ ഐ എം ട്രൈങ്. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഹോപ്പിംഗ് ഐ ഗെറ്റ് ബെറ്റർ. ഫാമിലിക്ക് എങ്ങനെയാ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പോഷർ അവർക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മൂത്ത മോനും പിക്ചേഴ്സ് എടുക്കുന്ന പോലും ഇഷ്ടമുള്ള അവർ എൻ്റെ പിക്ചർ എടുത്ത് തരും. പക്ഷെ പോസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വല്ലയിടത്തൊക്കെ റെഡി ആയിട്ടൊക്കെ പോകുമ്പോൾ ഒരു പിക്ചർ എടുക്കാൻ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഓവർ എന്ന് പറയും. ചിലപ്പോൾ ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ യുനോ അവർക്ക് അങ്ങനെ ഫോട്ടോസ് പോലും അങ്ങനെ അത്രയും പോസ് ചെയ്യാൻ ഇഷ്ടമില്ല. പക്ഷെ ഇളയ മോന് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പോലെ ക്യാമറയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അവൻ ഇടയ്ക്ക് ഇങ്ങനെ പിക്ചേഴ്സിന് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അവൻ വന്ന് പോസ്റ്റ് ചെയ്ത് ചെയ്യും. പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും 1-2 ഫാമിലി ഫോട്ടോസ് അതിലുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അവൻ ഇങ്ങനെ വായൊക്കെ പൊളിച്ച് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ഇങ്ങനെ കോക്കറി കാണിച്ചൊക്കെ നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ആരണ്ടോ എടുത്തിട്ടു നമ്മളെ. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടില്ല, ഇനി ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യുമ്പോൾ മര്യാദ അല്ലെങ്കിൽ ഇതെല്ലാം ഇപ്പൊ ഭയങ്കര നീറ്റായി. അപ്പം അവൻ സ്കൂളിൽ പോയി അവന്റെ ടീച്ചേഴ്സിനെ ഒക്കെ കാണിച്ചിട്ട് മൈ മദർ ഇസ് എൻ ആക്ടർ എന്നൊക്കെ പറയും. കാരണം ബ്രിട്ടീഷ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം അവർക്കൊന്നും അറിയില്ലല്ലോ. അപ്പം അവൻ പോയി ഗൂഗിളിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ മോം ഇസ് എൻ ആക്ടർ. അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മൂത്തയാൾ അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ചിലപ്പം അവൻ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അപ്പൊ ഞാൻ ചിലപ്പോൾ എന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഞാനോട് പറയട്ടെ നീ ഒന്ന് ലൈക്ക് ചെയ്യടാ. വൈ ഐ ജസ്റ്റ് ടോൾഡ്, ഞാൻ പറഞ്ഞല്ലോ അമ്മയോട് നല്ലതാണെന്ന്, പിന്നെ എന്തിനാ ഞാൻ പോയി ലൈക്ക് ചെയ്യുന്നത്? അത് അങ്ങനെയാണ്, ജസ്റ്റ് ലൈക്ക് യുനോ. പിന്നെ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയുന്നത് ഹസ്ബൻഡാണ്. ഹസ്ബൻഡിന് അഭിപ്രായം പറയാതെ വേറൊരു മാർഗ്ഗമില്ല. കാരണം ഞാൻ പറയുന്നത് കണ്ടോ, അത് കണ്ടിട്ട് പറ എന്നൊക്കെ ഞാൻ പറയുമ്പോ പുള്ളിക്ക് അത് കണ്ടല്ലേ പറ്റുള്ളൂ. വൃത്തികേട് ക്രിട്ടിക്കാണോ? പറയും, എല്ലാം കറക്റ്റ് ആയിട്ട് പറയും. നല്ലതാണെന്ന് പറയാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ഈ ഭാഗം എനിക്ക് ഇഷ്ടമായില്ല അങ്ങനെയൊക്കെ പറയും. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട സിനിമ ഏതാ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട പരിപാടി ഏതാ? ഈ ആങ്കറിംഗ് ആയിരുന്നു പണ്ടത്തെ? അങ്ങനൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ പുള്ളി ഇഷ്ടമാണ്. എല്ലാം എന്നെ ഈ സോ പ്രൗഡ് ഓഫ് മീ. അപ്പൊ ചെറുത് ചെയ്താലും ഞാൻ പറയുമോ ഇത് ചെറുതാണല്ലോ, ഇതെന്താ, ഡു ഇറ്റ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും പുള്ളിക്ക്, എനിക്കൊന്നും ഇത്രയും പ്രൗഡായിട്ട് ഒരാള് എന്റെ ലൈഫിൽ ഇല്ല ആരും. പുള്ളി അല്ലാതെ വേറെ ആരും ഇല്ല. വേറെന്താ വേണ്ടേ? അത് മതി. അപ്പം എന്ത് ചെറിയ കാര്യങ്ങൾ ചെയ്താലും എന്നെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യുന്നതും പുള്ളിയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഞാനിത് എടുക്കണോ വേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിയാണ് പോയി അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് എനിക്കെല്ലാം അയച്ചപ്പോൾ ഫോർ എക്സാമ്പിൾ ചക്കപ്പഴം ഓഫർ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു അതിനകത്തൊരു ഗ്രാൻഡ് മദർ റോൾ, ഒരു കൊച്ചുമക്കൾ വരെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്, ഈ ക്യാരക്ടർ എനിക്കിഷ്ടമാണ്, പക്ഷെ ഞാനത് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ പുള്ളിക്ക് അറിയത്തില്ല, പുള്ളി കണ്ടിട്ടില്ല അത്. പുള്ളി പോയി റിസർച്ച് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് ഇതൊന്ന് നോക്കിയത് എന്ത് നല്ല പരിപാടിയാണ്, അതിന് പറഞ്ഞില്ലേ നല്ല ഗ്രാൻഡ് മദർ ആണേലും യു ആർ ആൻ ആക്ടർ, യു ഷുഡ് ആക്ട്. അപ്പോൾ എന്ത് റോൾ എടുത്താലും ചെയ്യാനായിട്ട് ചിലപ്പോൾ വേഴ്സിറ്റാലിറ്റി കാണിക്കുക. ഗ്രാൻഡ് മദർ ആയിട്ടാണെങ്കിലും മദർ ആയിട്ടാണെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റും, നീ കാണിക്കുക, ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓക്കെ നമ്മൾ അങ്ങനെ നോക്കാം. ഇപ്പൊ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു സപ്പോർട്ട്, ഒരു പുഷ് വരുമ്പോഴത്തേക്കും എനിക്ക് ഇച്ചിരി എല്ലാ കാര്യത്തിനും ഇച്ചിരി പുഷ് വേണ്ട ഒരാളാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഡിസിഷൻസ് എടുക്കേണ്ട, കരിയർ വൈസ് ഡിസിഷൻ എടുക്കുമ്പോൾ എനിക്കൊരു പുള്ളി അതിന് ഭയങ്കര സപ്പോർട്ടാണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഹീസ് സോ പ്രൗഡ് ഓഫ് മീ. എന്ത് ചെയ്താലും ഹീസ് ജസ്റ്റ് ഹാപ്പി ആൻഡ് സോ പ്രൗഡ് ആൻഡ് ഹി കീപ്സ് മീ ഹാപ്പി. അമ്മ എങ്ങനെയാ, ഭയങ്കര സ്ട്രിക്റ്റ് ആണോ അതോ? ചെക്കന്മാരല്ലേ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പിടിക്കണ്ടേ. പക്ഷെ ഒരുപാട് സ്ട്രിക്റ്റ് ഒന്നുമല്ല, പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യിപ്പിക്കും. കാരണം നാളെ ഇവര് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പെണ്ണ് പറയാൻ പാടില്ലല്ലോ എന്തൊരു അമ്മയായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ എപ്പോഴും ഐ എം കെയർഫുൾ. അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ തന്നെ ചെയ്യാനായിട്ടൊക്കെ പറയും. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ അലങ്കോലമായിരിക്കും, പക്ഷെ എങ്കിലും മാനേജിങ്. ആങ്കർ ആയിരുന്നു, അഭിനേതാവാണ്, അതുപോലെ തന്നെ മിനി സ്ക്രീനിലായാലും ബിഗ് സ്ക്രീനിലായാലും അഭിനേതാവാണ്, അമ്മയാണ്, വൈഫാണ്, എല്ലാം ആണ്. എങ്ങനെയാണ് ഈ ഒരു ബാലൻസിങ് വരുന്നത്? അതുപോലെ തന്നെ ഇപ്പം ആസ്പയറിംഗ് ആയിട്ടുള്ള കുറെ കുട്ടികളുണ്ടാവുമല്ലോ, അവരോട് പറയാനുള്ളത് എന്തായിരിക്കും? ആദ്യമായിട്ട് ആസ്പയറിംഗ് ആയിട്ടുള്ള കുട്ടികളോട് പറയാനുള്ളത് ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യരുത്. അത് പോയതാ. എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം അതാണ്, ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും മിസ് ചെയ്ത്. അത് നമുക്ക് ചില സമയത്ത് നമ്മുടെ സിറ്റുവേഷൻസ് നമുക്ക് ഫേവറബിൾ ആയിട്ട് വരില്ല. അതിനെ ഓർത്ത് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. ആ സിറ്റുവേഷൻസ് ഫേവറബിൾ അല്ലെങ്കിൽ നമുക്ക് ഒരു കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളായിട്ട് എടുക്കുമ്പോൾ ആലോചിച്ച് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. പിന്നെ ലേറ്റർ ഓൺ തിരിഞ്ഞ് നോക്കിയിട്ട് റിഗ്രറ്റ് ചെയ്യരുത്. പിന്നെ നമ്മൾ എന്ത് ഡിസിഷൻ എടുത്ത് നമ്മൾ മുമ്പോട്ട് പോയാലും, അതായത് വെദർ ഇറ്റ്സ് ആക്ടിങ് ഓർ എനിത്തിങ്, ചിലപ്പോൾ നമുക്ക് മിസ്റ്റേക്സ് വരാം. ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ ടു മേക്ക് മിസ്റ്റേക്സ്. ആ മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ചാൽ മതി.
അതായത് ഇത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റാവോ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാണ്ടിരിക്കേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. പിന്നെ വരുന്നത് ആ സമയത്ത് നമുക്ക് സോർട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇവിടെ തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല, എല്ലാം നമുക്ക് ചെയ്യാം. അതിൻ്റെ ഇൻറ്റൻസിറ്റി വേരി ചെയ്യും, പക്ഷെ ദാറ്റ് ഇസ് ഓക്കെ, യു വിൽ ബി ഏബിൾ ടു മാനേജ്. അപ്പം അങ്ങനെ ഒരു സാധനം ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യരുതെന്നുള്ളത് മാത്രമേ എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളോട് പറയാനുള്ളൂ.